ടൈൽസ് വർക്കേഴ്സ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വസന സംബന്ധമായിട്ടുള്ളതാണ്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ടൈൽസ് കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ടൈലൊക്കെ മോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പൊടിപടലങ്ങളൊക്കെ ശ്വസിക്കുന്നതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ടൈൽസ് വർക്കേഴ്സ് ഒക്കെ ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടൊക്കെ മോൾഡ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പൊടി ശ്വസിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, എന്തൊക്കെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടൈല് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പൊടിയും അതുപോലെ തന്നെ പീസൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 130 രൂപ അല്ലെങ്കിൽ 150 രൂപ താഴെ മാത്രമേ വിലയുള്ളൂ. ഇൻ കേസ് ഇതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ സാധാരണ ആയിട്ടുള്ള ഒരു 50 രൂപ താഴെ മാത്രം വില വരുന്ന ഈ ഒരു ഗ്ലാസ് ഇതെങ്കിലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലൗസ് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് ഈ മോൾഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ മാസ്ക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. അതുപോലത്തെ മാസ്ക് ഇൻ കേസ് മാസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നോർമൽ കർച്ചീഫ് തന്നെ യൂസ് ചെയ്താലും മതി. യൂസ് ചെയ്യുന്ന സമയത്ത് നോർമലി അല്ലാതെ ഇത് നനച്ചതിന് ശേഷം അത്യാവശ്യം നല്ല വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊടിയൊക്കെ ഇതിനകത്ത് പറ്റി നിൽക്കും. അപ്പം അകത്തേക്ക് അധികം പോവില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2 പീസ് പഞ്ഞിയാണ് ആവശ്യം, കോട്ടൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിലേക്ക് സൗണ്ട് നമുക്ക് അധികം കടക്കാതിരിക്കാനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ തലയിലിടാനായിട്ട് ഒരു സ്കാർഫ്, ഇതും അതുപോലെ തന്നെ നനച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ ടൈൽസ് വർക്കേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും അപകടം സംഭവിക്കുക, എന്തെങ്കിലും ഒരു നിസ്സാരം ഒരു കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും പീസ് തെറിച്ചു കഴിഞ്ഞാൽ, കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് അത് നഷ്ടം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി ഇതൊന്നും ഈ ഗ്ലൗസ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സേഫ്റ്റി ഗ്ലാസും ഒരു മാസ്കും നിർബന്ധമായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു സേഫ്റ്റി ഗ്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലെക്സിബിൾ ആണ്, ഇത് പൊട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു 50-60 രൂപ വിലയാണെങ്കിലും ഇത് പെട്ടെന്ന് പൊട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് 2 വാങ്ങിക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചാൽ കുറെ കാലത്തിന് യൂസ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫുൾ സേഫ്റ്റി ആയിട്ട് നമുക്കത് നിൽക്കുകയും ചെയ്യും. ഇത് നമ്മൾ വേറെ ഇത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാന്നുള്ളത്. പിന്നെ വിട്ടുപോയത് ഇത് നമുക്ക് നിർബന്ധമില്ല, അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് കോട്ടൺ ഇതുപോലെ 2 ചെറിയൊരു പീസിന്റെ ആവശ്യമുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ചെവിക്ക് നല്ലൊരു സേഫ്റ്റിയാണ്.